നരഭോജിക്കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ പകലിൽ നമ്മൾ ആ മേഖലയിൽ കണ്ടത്. ആ പ്രതിഷേധത്തിന്റെ ചൂട് സ്ഥലത്തെത്തിയ DFOയും അറിഞ്ഞു. DFOയെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവാണ് എന്ന നാട്ടുകാരുടെ ആക്ഷേപം വനംവകുപ്പ് തള്ളിയതിലുള്ള വിമർശനവും അമർഷവും ഒക്കെ ഇന്ന് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. ചില പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക്. വന്യമൃഗശല്യം അവിടെ വളരെ രൂക്ഷമാണ്. അവിടെ നല്ല ആ മലയോര മേഖലയിൽ മൊത്തത്തിലുണ്ട്. ഈ കടുവ മാത്രമല്ല, ആന, മറ്റു മൃഗങ്ങളെ, കുരങ്ങ്. ഇതിൻ്റെ മുന്നേ ഒരു 1.5 മാസം മുന്നേ കടുവനെ അവിടെ കണ്ടു എന്നുള്ള രീതിയിൽ നാട്ടുകാർ കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. ഇതുവരെ അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, അവർ കേട്ടിട്ടില്ല. കുറേ മുമ്പ് പുലി പശുവിനെ പിടിച്ച് കണ്ടുപിടിച്ച് കിട്ടുന്നില്ലാതെ മാത്രമല്ല, ആ ഭാഗത്ത് പന്നി, അതുപോലെയുള്ള കിഴ, മാന്, അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എന്തായാലും ഇതുപോലെ വന്യജീവി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ലല്ലോ. 10 മാസമായിട്ട് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ കടുവയുടെ അതേപോലെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന സ്ഥിരമായിട്ട് നാട്ടുകാർ പരാതി പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എന്നും ആക്രമണം നടന്നിട്ടുള്ള ഈ സ്ഥലം. പക്ഷേ ഈ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നാലും മറ്റുള്ള അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതിൻ്റെ മുന്നേ കോഴിയും ആടും ഇതുപോലെ തന്നെ തലോട്ടിയും മറ്റു മൃഗങ്ങൾ തന്നെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സ്പോട്ടിൽ. അപ്പോൾ ഇതുപോലത്തെ ശല്യങ്ങൾ അവിടെ ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ മുന്നേ തന്നെ അധികൃതർ അറിയിച്ചതാണ്. പക്ഷേ അവരത് നിരുത്തരവാദമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിഷമം. എന്തായാലും ഒരു ജീവൻ നഷ്ടമായി. ഇനിയെങ്കിലും നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ വനം വകുപ്പിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം.